10 വർഷക്കാലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആരധികാരത്തിൽ വന്നിട്ട് എന്ത് കാര്യം തമ്പുരാനെ, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുകയും വിലപിക്കുകയും അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന 4.5 ലക്ഷത്തോളം കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറി എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് നമ്മുടെ നാടിന് വെച്ച ഏറ്റവും വലിയ സംഭാവന. അത് 5 ലക്ഷം പട്ടയങ്ങളായി പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1,77,11 പട്ടയങ്ങൾ 5 വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്തു. രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും ഭൂമി ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശ്രദ്ധേയമായ പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നാം നിശ്ചയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടയ മിഷൻ എന്നൊരാശയത്തിന് കേരളത്തിൽ രൂപം നൽകിയത്. പട്ടയ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി പട്ടയങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉടനീളം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇതുവരെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ സമയത്ത് കൊടുത്ത പട്ടയങ്ങളിൽ ഭൂരിഭാഗം പട്ടയങ്ങളും ഒരുപാട് കോംപ്ലിക്കേഷൻസും പല വർഷങ്ങളായിട്ട് പെൻഡിങ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളായിട്ടിരുന്ന പട്ടയങ്ങളാണ് ഭൂരിഭാഗം പട്ടയങ്ങളും. ഭൂമിയുടെ അവകാശം എല്ലാവർക്കും ലഭ്യമാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യത്തിലും അതിനായിട്ടുള്ള നിയമപരമായിട്ടുള്ള കുറുക്കുകൾ അലിച്ച് ക്യാബിനറ്റ് കൊണ്ടുപോകേണ്ടത് ക്യാബിനറ്റ് കൊണ്ടുപോയി അങ്ങനെ ഒരു പ്രവർത്തനം, ഒരു ദൗത്യമായിട്ട് തന്നെ തുടങ്ങിയതാണ് ഈ പട്ടയ മിഷൻ. ഏറ്റവും താഴെ തട്ടിൽ വില്ലേജ് തല ജനകീയ സമിതികൾ തുടങ്ങി. റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ഉൾപ്പെടെയുള്ള റവന്യൂ തല സെക്രട്ടേറിയറ്റ് വരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുന്നതിന് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഈ പട്ടയങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ഉത്തരവുകൾ നൽകിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ സർവേയറെ കിട്ടത്തില്ല, ചിലപ്പോൾ വെഹിക്കിൾ ഇല്ലാതെ വരും. അങ്ങനെ ഒരുപാട് ലോജിസ്റ്റിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് അതിന് പട്ടയ മിഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഇത്ര തുക എന്നുള്ള പൈസ അടക്കമുള്ള തുക നൽകിക്കൊണ്ടുള്ള ഒരു ദൗത്യമായിരുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥർക്കും പട്ടയങ്ങൾ കൊടുക്കാനുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പട്ടയ മിഷനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആ പട്ടയ മിഷനിൽ ഉൾപ്പെടുത്തി പട്ടയ ഡാഷ്ബോർഡിലേക്ക് വന്ന പ്രശ്നങ്ങൾ 3 മാസത്തിലൊരിക്കൽ അദാലത്ത് മോഡലിൽ വിശകലനം നടത്തിക്കൊണ്ട് പട്ടയ അർഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനുള്ള ശ്രദ്ധേയമായ പരിശ്രമം നടന്നപ്പോൾ ഈ തവണ 2,72,989 പട്ടയങ്ങൾ കൂടി ഇപ്പോൾ തയ്യാറായപ്പോൾ ഈ പട്ടയമേളയോടുകൂടി 4.5 ലക്ഷം പട്ടയങ്ങൾ കേരളത്തിൽ പൂർണ്ണമാവുകയാണ്. 5 ലക്ഷം പട്ടയങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൽ തന്നെ ഭൂമിക്ക് അവകാശികളായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ നൽകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടയ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ 140 MLA-മാരും അവരവരുടെ മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരും കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിലർമാരും അടക്കം എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന പട്ടയ അസംബ്ലികൾ എല്ലാ നിയോജക മണ്ഡലത്തിലും രൂപീകരിക്കുകയായിരുന്നു പട്ടയ മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. 2 തവണകളിൽ ആ പട്ടയ അസംബ്ലികൾ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും നടന്നു. അങ്ങനെ കൂടിച്ചേരുന്ന ആ പട്ടയ അസംബ്ലികളിൽ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള ജനപ്രതിനിധികൾക്ക് അവരുടെ വാർഡുകളിൽ ഇനി കൊടുക്കാനുള്ള പട്ടയ പ്രശ്നങ്ങൾ, വ്യക്തികളുടെ പട്ടയ അനുഭവങ്ങൾ ഇതെല്ലാം ചേർന്ന് അപേക്ഷയായി നിർദ്ദേശമായി അവിടെ സമർപ്പിക്കാൻ പറ്റും. ആ യോഗത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ തഹസിൽദാരിൽ കുറയാത്ത ഒരു നോഡൽ ഓഫീസർ കൂടി മണ്ഡലത്തിനായി പ്രത്യേകം ഉണ്ടാകും. അവരുടെ നേതൃത്വത്തിൽ ആ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്ത് താലൂക്കിലോ ജില്ലയിലോ കൊടുക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ പരിഹരിക്കാനും അല്ലാത്തവ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്താനുമുള്ള ശ്രദ്ധേയമായ നടപടിയാണ് പട്ടയ മിഷൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ടത്. അർഹരായ മനുഷ്യരുടെ കൈകളിലേക്ക് ഭൂമിയുടെ അവകാശം എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ ഈ പട്ടയ മിഷൻ മുന്നോട്ട് പോവുകയാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായി ഭൂവിതരണ രംഗത്ത് ഈ ഗവൺമെൻറ്റിന് മാറാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. വിശന്നു കരഞ്ഞോരേ വേദന തിങ്ങി
തിങ്ങിയ കരളുകളെ ഉണരുന്നു പുതിയൊരു പുലരി. വേദന തിങ്ങിയ കരളുകളെ ഉണരുന്നു പുതിയൊരു പുലരി.